യന്ത്ര സംവിധാനങ്ങളോ ആധുനിക സാങ്കേതിക വിദ്യയോ ഇല്ലാതിരുന്ന 5-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ വലിയ പാറമല തുരന്ന് ക്ഷേത്രം നിർമ്മിക്കുക. അന്ന് ക്ഷേത്രമുറ്റത്ത് സ്ഥാപിക്കപ്പെട്ട ഇരുമ്പിൽ തീർത്ത കൊടിമരം നൂറ്റാണ്ടുകൾക്കിപ്പുറവും തുരുമ്പ് പിടിക്കാതെ അവശേഷിക്കുക. ഇവയെല്ലാം സൃഷ്ടിച്ച ഗുപ്ത രാജവംശത്തിലെ രാജാക്കന്മാർ അതിമാനുഷികരായിരുന്നോ എന്ന് ചിന്തിച്ചാൽ തെറ്റു പറയാനാകില്ല. 4-ാം നൂറ്റാണ്ടു മുതൽ 6-ാം നൂറ്റാണ്ടു വരെയുള്ള ഗുപ്ത കാലഘട്ടമാണ് ശാസ്ത്ര സാങ്കേതിക രംഗത്ത് ഭാരതത്തിന്റെ സുവർണ കാലഘട്ടം. അക്കാലത്ത് സൃഷ്ടിക്കപ്പെട്ട നിർമ്മിതികളുടെയും പഠന ഗവേഷണങ്ങളുടെയും കണ്ടുപിടുത്തങ്ങളുടെയും പിന്നിലെ രഹസ്യങ്ങൾ പൂർണ്ണമായി ചുരുളഴിക്കാൻ ഇന്നത്തെ കാലത്ത് പോലും നമുക്ക് സാധിക്കുന്നില്ല. ആധുനിക ശാസ്ത്ര സമൂഹത്തിന് പോലും വിശദീകരിക്കാൻ സാധിക്കാത്ത പല നിർമ്മിതികളും ആധുനിക സാങ്കേതിക വിദ്യയോ യന്ത്ര സംവിധാനങ്ങളോ ഇല്ലാതിരുന്ന കാലത്ത് ഇവിടെ സാധ്യമായിരുന്നു. അതിമാനുഷികമായ കഴിവും പ്രാപ്തിയും ഗുപ്ത രാജവംശത്തിന് ഉണ്ടായിരുന്നുവെന്ന് കരുതുന്നവരുമുണ്ട്. അതിനെക്കുറിച്ചാണ് ഇവിടെ പറയാനുള്ളത്. ക്രിസ്തുവർഷം 320 മുതൽ 435 വരെ ജീവിച്ചിരുന്ന ചന്ദ്രഗുപ്തൻ ഒന്നാമനാണ് ഗുപ്ത രാജവംശത്തിന്റെ സ്ഥാപകൻ. മഹാരാജാതിരാജ എന്ന പദവിയിൽ അദ്ദേഹം അറിയപ്പെട്ടു. പിന്നീട് ചുമതലയേറ്റ സമുദ്രഗുപ്തൻ ഇന്ത്യൻ നെപ്പോളിയൻ എന്നറിയപ്പെട്ടു. ഉത്തരേന്ത്യയിലും ദക്ഷിണേന്ത്യയിലും നിരവധി രാജ്യങ്ങളെ യുദ്ധത്തിൽ പരാജയപ്പെടുത്തി അദ്ദേഹം സാമ്രാജ്യം വികസിപ്പിച്ചു. കവിയും വീണവായനക്കാരനുമായിരുന്ന അദ്ദേഹം കലകളെ ഏറെ പ്രോത്സാഹിപ്പിച്ചു. 4-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ ജനിക്കുകയും ക്രിസ്തുവർഷം 380 മുതൽ 415 വരെ ഗുപ്ത സാമ്രാജ്യത്തിന്റെ ചക്രവർത്തിയുമായിരുന്ന ചന്ദ്രഗുപ്തൻ രണ്ടാമൻ അഥവാ വിക്രമാദിത്യന്റെ കാലത്ത് പിറവിയെടുത്ത പല നിർമ്മിതികളും ശാസ്ത്ര സമൂഹത്തിന് ഇന്നും അത്ഭുതമാണ്. വിക്രമാദിത്യനും വേതാളവും എന്ന ഐതിഹ്യ കഥയിലെ വിക്രമാദിത്യൻ ചന്ദ്രഗുപ്തൻ രണ്ടാമൻ തന്നെയാണെന്ന് കരുതുന്നവരും നിരവധിയുണ്ട്. ശകന്മാരെ യുദ്ധത്തിൽ പരാജയപ്പെടുത്തിയ ശേഷമാണ് ചന്ദ്രഗുപ്തൻ വിക്രമാദിത്യൻ എന്ന പേര് സ്വീകരിച്ചത്. പരാക്രമത്തിന്റെ സൂര്യൻ എന്നാണ് വിക്രമാദിത്യൻ എന്ന പേരിന്റെ അർത്ഥം. ചന്ദ്രഗുപ്തൻ രണ്ടാമന്റെ ഭരണകാലം ഉൾപ്പെടുന്ന ഗുപ്ത സാമ്രാജ്യ കാലഘട്ടമാണ് ഭാരതീയ ശാസ്ത്ര സാങ്കേതിക രംഗത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സുവർണ കാലഘട്ടമായി കണക്കാക്കപ്പെടുന്നത്. ഈ കാലഘട്ടത്തിലാണ് നമ്മുടെ രാജ്യം ശാസ്ത്രം, ഗണിതം, ലോഹശാസ്ത്രം, ജ്യോതിശാസ്ത്രം തുടങ്ങിയ മേഖലകളിൽ ലോകത്തിന്റെ തന്നെ മുൻപന്തിയിൽ എത്തിയത്. നവരത്നങ്ങൾ എന്നറിയപ്പെടുന്ന വിവിധ മേഖലകളിലെ പണ്ഡിതന്മാർ അദ്ദേഹത്തിന്റെ രാജസദസ്സിനെ അലങ്കരിച്ചു. നവരത്നങ്ങളിൽ ഏറ്റവും പ്രശസ്തൻ അഭിജ്ഞാന ശാകുന്തളം, മേഘദൂത്, രഘുവംശം തുടങ്ങിയ ലോകോത്തര കൃതികൾ രചിച്ച കാളിദാസൻ ആയിരുന്നു. ആയുർവേദ ആചാര്യനായിരുന്ന ധന്വന്തരി വിക്രമാദിത്യന്റെ സദസ്സിൽ ഉണ്ടായിരുന്നു. ജ്യോതിശാസ്ത്രത്തെയും ഭൂമിശാസ്ത്രത്തെയും കുറിച്ച് പ്രതിപാദിക്കുന്ന ബൃഹത് സംഹിത, പഞ്ചസിദ്ധാന്തിക എന്നീ പ്രശസ്ത ഗ്രന്ഥങ്ങൾ രചിച്ച വരാഹമിഹിരൻ, സംസ്കൃത ഭാഷയിലെ ഏറ്റവും പ്രശസ്തമായ നിഘണ്ടുവായ അമരകോശം രചിച്ച അമരസിംഹൻ, മന്ത്രവാദം, തത്വചിന്ത എന്നിവ അധികരിച്ച് നീതിപ്രദീപം രചിച്ച ബേതാളഭട്ടൻ, ശില്പകലയിലും കെട്ടിട നിർമ്മാണ ശാസ്ത്രത്തിലും കവിതയിലും ഒരേപോലെ പ്രാവീണ്യമുള്ള ഘടകകർപ്പണൻ, ജ്യോതിഷവിദ്യയിൽ പ്രഗത്ഭനായ ശപണകൻ, കൊട്ടാരങ്ങളുടെയും ക്ഷേത്രങ്ങളുടെയും നിർമ്മാണത്തിന് മേൽനോട്ടം വഹിക്കുകയും ശില്പശാസ്ത്രം രചിക്കുകയും ചെയ്ത ശങ്കു, സംസ്കൃത വ്യാകരണ പണ്ഡിതൻ വരരുചി എന്നിവരായിരുന്നു ആ നവരത്നങ്ങൾ. ചന്ദ്രഗുപ്തൻ രണ്ടാമന്റെ മകനായ കുമാരഗുപ്തൻ ഒന്നാമൻ 5-ാം നൂറ്റാണ്ടിൽ ക്രിസ്തുവർഷം 415 മുതൽ 455 വരെ അധികാരത്തിലിരുന്നു. ഇദ്ദേഹത്തിന്റെ ഭരണകാലത്താണ് ലോകപ്രശസ്തമായ നളന്ദ സർവകലാശാല സ്ഥാപിച്ചത്. ഇന്നത്തെ ബീഹാറിലെ പട്നയ്ക്ക് സമീപമാണ് ഇത് സ്ഥാപിക്കപ്പെട്ടത്. നളന്ദ ഒരു ബുദ്ധമത സർവകലാശാല ആയിരുന്നുവെങ്കിലും അവിടെ ജ്യോതിശാസ്ത്രം, ഗണിതം, വൈദ്യശാസ്ത്രം, തത്വചിന്ത, രാഷ്ട്രമീമാംസ, യുദ്ധമുറകൾ തുടങ്ങിയ വിഷയങ്ങളും പഠിപ്പിച്ചിരുന്നു. ചൈന, കൊറിയ, ജപ്പാൻ, തിബറ്റ്, മധ്യേഷ്യ, ശ്രീലങ്ക തുടങ്ങിയ വിദേശ രാജ്യങ്ങളിൽ നിന്ന് 10,000-ത്തിലധികം വിദ്യാർത്ഥികളും 2,000-ത്തോളം അധ്യാപകരും ഇവിടെ ഉണ്ടായിരുന്നു. യോഗ്യതാ പരീക്ഷയുടെ അടിസ്ഥാനത്തിലായിരുന്നു പ്രവേശനം. ഗുപ്തരാജാക്കന്മാരും പിന്നീട് ഹർഷവർദ്ധന രാജാവും ഗ്രാമങ്ങളിൽ നിന്ന് നൽകിയ നികുതി ഉപയോഗിച്ച് സൗജന്യമായിരുന്നു വിദ്യാഭ്യാസം. നളന്ദയുടെ ഏറ്റവും വലിയ ആകർഷണം ധർമ്മഗഞ്ച് അഥവാ സത്യത്തിന്റെ പർവ്വതം എന്നറിയപ്പെടുന്ന ഭീമാകാരമായ ലൈബ്രറിയായിരുന്നു. 9 നിലകളുള്ള 3 വലിയ കെട്ടിടങ്ങളിലായി ലക്ഷക്കണക്കിന് അപൂർവ കയ്യെഴുത്തു പ്രതികളും ഗ്രന്ഥങ്ങളും ഇവിടെ സൂക്ഷിച്ചിരുന്നു. 1193-ൽ അഫ്ഗാൻ ഭരണാധികാരിയായ കുതുബ്ദീൻ ഐബക്കിന്റെ ജനറലായിരുന്ന ബക്തിയാർ ഖിൽജി നളന്ദ സർവകലാശാല ആക്രമിക്കുകയും പൂർണ്ണമായി തീയിട്ട് നശിപ്പിക്കുകയും ചെയ്തു. ഏകദേശം 3 മാസത്തോളമാണ്
ആ പുസ്തകങ്ങൾ കരിഞ്ഞു കത്തിക്കൊണ്ടിരുന്നത് എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു. ആയിരക്കണക്കിന് ബുദ്ധഭിക്ഷുക്കളെയും പണ്ഡിതന്മാരെയും അന്ന് ഖിൽജിയുടെ സൈന്യം ക്രൂരമായി കൊലപ്പെടുത്തി. ആധുനിക ജ്യോതിശാസ്ത്രത്തിനും ഗണിതശാസ്ത്രത്തിനും വഴികാട്ടിയായ ആര്യഭടൻ ജീവിച്ചിരുന്നതും ഗുപ്ത കാലഘട്ടത്തിലാണ്. ക്രിസ്തുവർഷം 476 മുതൽ 550 വരെ ജീവിച്ചിരുന്ന ഇദ്ദേഹമാണ് ഭൂമി സ്വന്തം അച്ചുതണ്ടിൽ കറങ്ങുന്നുണ്ടെന്നും സൂര്യ ചന്ദ്രഗ്രഹണങ്ങൾ ഉണ്ടാകുന്നത് നിഴലുകൾ മൂലമാണെന്നും ആദ്യമായി പ്രഖ്യാപിച്ചത്. ഗണിതശാസ്ത്രത്തിൽ പൂജ്യത്തിൻ്റെ കൃത്യമായ സ്ഥാനം നിർണയിച്ചതും ദശാംശ സമ്പ്രദായം വികസിപ്പിച്ചതും പൈയുടെ വില കൃത്യമായി കണക്കാക്കിയതും ഇദ്ദേഹമാണ്. ചന്ദ്രഗുപ്തൻ രണ്ടാമൻ്റെ മികച്ച ഭരണവും വിജ്ഞാനത്തോടുള്ള ആദരവുമാണ് നമ്മുടെ രാജ്യത്തെ ലോകത്തിൻ്റെ ശാസ്ത്ര വിജ്ഞാന കേന്ദ്രമാക്കി മാറ്റിയതിൽ പ്രധാന പങ്കുവഹിച്ചത്. അദ്ദേഹം കൈവരിച്ച വലിയ വിജയങ്ങളും കവികളും ചരിത്രകാരന്മാരും നൽകിയ വിശേഷണങ്ങളും കാരണം ജനങ്ങൾക്കിടയിൽ അദ്ദേഹത്തിന് ഒരു അതിമാനുഷിക പരിവേഷം ലഭിച്ചു. ഡൽഹിയിലെ കുത്തബ് മിനാറിൽ നിലകൊള്ളുന്ന ഇരുമ്പ് സ്തംഭം ചന്ദ്രഗുപ്തൻ രണ്ടാമൻ്റെ സ്മാരകങ്ങളിൽ ഒന്നാണ്. 1600 വർഷങ്ങൾക്ക് മുൻപ് നിർമ്മിതമായതും 7.21 മീറ്റർ ഉയരവും 6 ടണ്ണിൽ അധികം ഭാരവും ഉള്ള ഈ ഇരുമ്പ് സ്തംഭം ഡൽഹിയിലെ അതികഠിനമായ ചൂടും തണുപ്പും അടക്കമുള്ള പ്രതികൂല കാലാവസ്ഥയിലും തുരുമ്പെടുക്കാതെ തുടരുന്നത് ഇന്നും അത്ഭുതമാണ്. ഈ സ്തംഭത്തിൽ ബ്രഹ്മി ലിപിയിൽ ചന്ദ്ര എന്നൊരു രാജാവിൻ്റെ വിജയങ്ങളെക്കുറിച്ച് കൊത്തിവെച്ചിട്ടുണ്ട്. ഇത് ചന്ദ്രഗുപ്തൻ രണ്ടാമനെയാണ് സൂചിപ്പിക്കുന്നതെന്ന് ചരിത്രകാരന്മാർ സാക്ഷ്യപ്പെടുത്തുന്നു. മഹാവിഷ്ണു ഭക്തനായ ചന്ദ്രഗുപ്തൻ മധ്യപ്രദേശിലെ ഉദയഗിരി മലയിലെ പാറ തുരന്ന് സൃഷ്ടിച്ച ക്ഷേത്രത്തിൽ സ്ഥാപിച്ച കൊടിമരമാണ് ഈ ഇരുമ്പ് സ്തൂപം. 11-ാം നൂറ്റാണ്ടിൽ ഡൽഹി നഗരം സ്ഥാപിച്ച തോമര വംശത്തിലെ അനങ്പാൽ രണ്ടാമൻ രാജാവാണ് ഈ സ്തൂപം മധ്യപ്രദേശിൽ നിന്ന് ഡൽഹിയിലെത്തിച്ചത്. 1600 വർഷം മുൻപ് നിർമ്മിച്ച ഈ ഇരുമ്പ് സ്തൂപത്തിൻ്റെ നിർമ്മാണത്തിൽ ആധുനിക സാങ്കേതിക വിദ്യയെ മറികടക്കുന്ന അത്ഭുതം ഒളിച്ചിരുന്നു. കാലം ഇത്രയും പിന്നിട്ടിട്ടും ഈ സ്തൂപത്തിൽ തുരുമ്പ് സ്പർശിക്കാതിരിക്കുന്നതിൻ്റെ പിന്നിലെ രഹസ്യം IIT കാൺപൂറിലെ ഗവേഷക സംഘം ഈ അടുത്ത കാലത്താണ് കണ്ടെത്തിയത്. ഇതിൻ്റെ നിർമ്മാണത്തിനായി ഉപയോഗിച്ച ഇരുമ്പിൽ ഏകദേശം 1% ഫോസ്ഫറസ് ചേർത്തിട്ടുണ്ടെന്നാണ് കണ്ടെത്തൽ. ഇത് ഡൽഹിയിലെ പ്രതികൂല കാലാവസ്ഥയെ പ്രതിരോധിക്കുന്നതിനുള്ള ആവരണമായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ഇരുമ്പ്, ഓക്സിജൻ, ഹൈഡ്രജൻ എന്നിവ ചേർന്ന് സ്തൂപത്തിൻ്റെ ഉപരിതലത്തിൽ മിസാവൈറ്റ് എന്നറിയപ്പെടുന്ന വളരെ നേർത്തതും ദൃഢവുമായ ഒരു പ്രകൃതിദത്ത സംരക്ഷണ പാളി രൂപപ്പെട്ടുവെന്ന് ഗവേഷക സംഘം കണ്ടെത്തി. മധ്യപ്രദേശിൽ നിന്നും അനങ്പാൽ രണ്ടാമൻ രാജാവ് ഡൽഹിയിലെത്തിച്ച ഈ സ്തൂപം തൻ്റെ തലസ്ഥാനമായ ലാൽകോട്ടിൽ നിർമ്മിച്ച വിഷ്ണു ക്ഷേത്ര പരിസരത്താണ് സ്ഥാപിച്ചത്. 1192 മുഹമ്മദ് ഘോരിയുടെ ജനറലായിരുന്ന കുത്തബ്ദീൻ ഐബക് ഡൽഹി പിടിച്ചെടുക്കുകയും ലാൽകോട്ടിലെ വിഷ്ണു ക്ഷേത്രം ഉൾപ്പെടെയുള്ള നിരവധി നിർമ്മിതികൾ തകർക്കുകയും ചെയ്തു. തകർത്ത ക്ഷേത്രങ്ങളുടെ അവശിഷ്ടങ്ങൾ ഉപയോഗിച്ച് ഐബക് അവിടെ കുവത്തുൽ ഇസ്ലാം എന്ന പേരിൽ ഡൽഹിയിലെ ആദ്യത്തെ പള്ളിയും ഈ പള്ളിയുടെ വിജയം ആഘോഷിക്കാനായി തൊട്ടടുത്ത് കുത്തബ് മിനാറിൻ്റെ നിർമ്മാണവും ആരംഭിച്ചു. പള്ളിയുടെ നിർമ്മാണത്തിനായി ചുറ്റുമുള്ള ക്ഷേത്രങ്ങൾ തകർത്തപ്പോഴും ഈ ഭീമൻ ഇരുമ്പ് സ്തൂപം മാത്രം അവർ നശിപ്പിക്കുകയോ മാറ്റി സ്ഥാപിക്കുകയോ ചെയ്തില്ല. ഇതിൻ്റെ അത്ഭുതകരമായ വലിപ്പവും ലോഹക്കൂട്ടും കണ്ട് അത്ഭുതപ്പെട്ട മുസ്ലിം ഭരണാധികാരികൾ ഇതിനെ വിജയസ്തംഭമായി കണക്കാക്കി പള്ളിയുടെ മുറ്റത്ത് അതേപടി നിലനിർത്തുകയായിരുന്നു. 4-ാം നൂറ്റാണ്ടിൽ ചന്ദ്രഗുപ്തൻ രണ്ടാമൻ ഉദയഗിരിയിൽ സ്ഥാപിച്ച വിഷ്ണു ക്ഷേത്രം സംബന്ധിച്ചും നിരവധി കൗതുകകരമായ വസ്തുതകളുണ്ട്. മണൽക്കല്ല് നിറഞ്ഞ കുന്നുകൾ ചെത്തിമിനുക്കി 20 ഗുഹകളാണ് ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത്. ഇതിൽ ഭൂരിഭാഗവും വിഷ്ണുവിനും ശിവനുമായി സമർപ്പിച്ചിട്ടുള്ള ഹിന്ദു ക്ഷേത്രങ്ങളാണ്. ഒരെണ്ണം ജൈനക്ഷേത്രവുമാണ്. മലഞ്ചെരുവുകൾ തുറന്ന് ചെറിയ ഗർഭഗൃഹങ്ങളും അവയ്ക്ക് മുന്നിലായി കല്ലിൽ കൊത്തിയ തൂണുകളോടുകൂടിയ മണ്ഡപങ്ങളും നിർമ്മിക്കുന്ന ആദ്യകാല ഉത്തരേന്ത്യൻ ക്ഷേത്രകലയുടെ ശൈലിയിലാണ് ഇവിടെ കാണാവുന്നത്. ഉദയഗിരിയിലെ ഏറ്റവും പ്രശസ്തമായ നിർമ്മിതി 5-ാം നമ്പർ ഗുഹയിലെ ഭീമൻ വരാഹ ശില്പമാണ്. ഭൂമിദേവിയെ സമുദ്രത്തിൽ നിന്ന് രക്ഷിക്കുന്ന വിഷ്ണുവിൻ്റെ വരാഹ അവതാരത്തിൻ്റെ രൂപം ഒരൊറ്റ പാറയിലാണ് കൊത്തിയെടുത്തിട്ടുള്ളത്. 13-ാമത് ഗുഹയിൽ സ്ഥിതി ചെയ്യുന്ന അനന്തശയന വിഷ്ണുവിൻ്റെ വലിയ ശില്പമാണ് മറ്റൊരു അത്ഭുതം. ഇതും പാറയിൽ കൊത്തിയെടുത്തതാണ്. വർഷത്തിൽ പകലിന് ഏറ്റവും നീളം കൂടിയ ദിവസം സൂര്യപ്രകാശം കൃത്യമായി ഗുഹയ്ക്കുള്ളിലെ വിഷ്ണു വിഗ്രഹത്തിൽ പതിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ നിർമ്മാണം. 230 വർഷത്തോളം നീണ്ട ഭരണകാലയളവിൽ ആധുനിക ഭാരതത്തിന് സാംസ്കാരികവും ശാസ്ത്രീയവുമായ അടിത്തറ പാകാൻ ഗുപ്ത രാജവംശത്തിനായി. അതിൽ പ്രസക്തമായ ചില സംഭാവനകളാണ് നേരത്തെ വിവരിച്ചത്. എന്നാൽ കാലാന്തരത്തിൽ ഈ രാജവംശം ക്ഷയിച്ചു. മധ്യേഷ്യയിൽ നിന്ന് നാടോടി ഗോത്രവർഗമായ ഹൂണന്മാരുടെ നിരന്തര ആക്രമണമാണ് പ്രധാന കാരണം. സ്കന്ദഗുപ്തൻ ഈ വെല്ലുവിളിയെ സധൈര്യം നേരിട്ടെങ്കിലും
അദ്ദേഹത്തിന് ശേഷമെത്തിയ രാജാക്കന്മാർ ഗുപ്ത സാമ്രാജ്യത്തെ ഒന്നിച്ചു നിർത്താൻ അശക്തരും അപ്രാപ്യരുമായിരുന്നു. കാലക്രമേണ ചെറിയ രാജവംശങ്ങൾ ശക്തരായി വരികയും ഗുപ്ത രാജവംശം AD 550 ഏറെക്കുറെ പൂർണ്ണമായി അവസാനിക്കുകയും ചെയ്തു.